ന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സൗമ്യനും സ്നേഹയോഗ്യനും ആനന്ദദായകനും സർവ്വതിലുമുപരി അഭികാമ്യനുമായ ദൈവമേ, അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായെ ഞങ്ങൾക്ക് വഴിയും സത്യവും ജീവനുമായി ഈ ലോകത്തിലേക്ക് അങ്ങ് അയച്ചുവല്ലോ. ലോകത്തിൽ ദൈവഭക്തി കുറഞ്ഞപ്പോൾ മനുഷ്യഹൃദയങ്ങളെ അവിടുത്തെ നേരെയുള്ള സ്നേഹത്താൽ ഉജ്ജ്വലിപ്പിക്കുന്നതിനായി അങ്ങയുടെ തിരുമുറിവുകളെ ഞങ്ങളുടെ സഹോദരനും മാതൃകയുമായ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ശരീരത്തിലും അങ്ങ് പതിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അരൂപിയുടെ പ്രചോദനത്താൽ സുവിശേഷാത്മക ജീവിതം നയിച്ച് സ്വയം നവീകരിക്കാനുള്ള ആഗ്രഹവുമായി ഈ ദേവാലയത്തിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ കടാക്ഷിക്കണമേ. ഈ ലോകത്തിൻ്റെതായ നൈമിഷിക സന്തോഷങ്ങളിൽ നിന്നും പൈശാചികമായ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ജഡത്തിൻ്റെതായ എല്ലാ ആസക്തികളിൽ നിന്നും ജീവിതത്തിൻ്റെ അഹന്തകളിൽ നിന്നും കണ്ണിൻ്റെ ദുരാശകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പ്രത്യാശയും വിശ്വാസവും സ്നേഹവുമാകുന്ന ദൈവമേ, തിരുവചനം ജീവിതത്തിൽ പകർത്തി വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ചൈതന്യത്തിൽ അനുദിനം ക്രമീകരിക്കുവാനും വിശുദ്ധീകൃതരായ സുഹൃതങ്ങളിൽ വളരാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ. വിശുദ്ധ ഫ്രാൻസിസ് സമസ്ത വിശ്വാസികൾക്ക് എഴുതിയ ഒന്നാമത്തെ കത്തിൽ നിന്നുള്ള വായന. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുകയും അയൽക്കാരെ തങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുകയും തങ്ങളുടെ ശരീരങ്ങളെ അവയുടെ ദുർഗുണങ്ങളോടും പാപങ്ങളോടും കൂടെ വെറുക്കുകയും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുകയും പശ്ചാത്താപത്തിന് യോഗ്യമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, ഇവ എല്ലാം അനുഷ്ഠിക്കുന്നവരും അതിൽ സ്ഥിരതയോടെ നിലനിൽക്കുന്നവരുമായ സ്ത്രീ പുരുഷന്മാർ എത്രയോ സന്തോഷമുള്ളവരും അനുഗ്രഹീതരുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ആത്മാവ് അവരുടെ മേൽ ആവസിക്കുകയും അവിടുന്ന് അവരുടെ ഇടയിൽ വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യും. അവരാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ജോലികൾ നിർവഹിക്കുന്ന അവിടുത്തെ മക്കൾ. അവരാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടികളും സഹോദരന്മാരും അമ്മമാരും. നമുക്കൊരു നിമിഷം മൗനമായി കുറച്ചു നേരം നാം ശ്രവിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സന്ദേശം ധ്യാനപൂർവം വിചിന്തനം ചെയ്യാം, ഹൃദയത്തിൽ സ്വീകരിക്കാം. ദണ്ഡവിമോചനത്തിനായുള്ള ആശീർവാദ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായി നമുക്ക് നമ്മുടെ പാപങ്ങളും കുറവുകളും കർത്താവിൻ്റെ സന്നിധിയിൽ ഓർക്കാം, ഏറ്റുപറയാം, മാപ്പപേക്ഷിക്കാം. ഏറ്റവും അടുത്ത അവസരത്തിൽ കുമ്പസാരിക്കാമെന്ന് ഈശോയ്ക്ക് വാക്കുകൊടുക്കാം. ഇന്ന് നാം സ്വീകരിച്ച വിശുദ്ധ കുർബാനയുടെ കൃപകൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ സ്നേഹത്തിന് ചേർന്ന വിധം കുടുംബങ്ങളിലും ഇടവക കൂട്ടായ്മകളിലും ലോകത്തിലും സമാധാനം പുലരുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ മൗനമായി പ്രാർത്ഥിക്കാം.
പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം നമുക്കിപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. അനന്തകാരുണ്യവാനായ ദൈവമേ, രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ ഞങ്ങൾക്ക് പ്രത്യേക മധ്യസ്ഥനായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും ഈശോ സഹിച്ചതുപോലെ സഹിക്കാനും വിശുദ്ധ ഫ്രാൻസിസ് സ്വീകരിച്ച ലാളിത്യത്തിന്റെയും പരിഹാരത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാർഗം ഞങ്ങൾക്ക് മാതൃകയാകട്ടെ. കലുഷിതമായ ഇടങ്ങളിലെല്ലാം സമാധാനം സ്ഥാപിച്ച ആ ശാന്തി ദൂതന്റെ മധ്യസ്ഥതയാൽ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഇടവകയിലും തിരുസഭയിലും ലോകം മുഴുവനിലും സമാധാനവും ഐക്യവും നിലനിർത്തണമേ. സർവസൃഷ്ടിജാലങ്ങളെയും സ്വന്തം സഹോദരങ്ങളായി കണ്ട വിശുദ്ധ ഫ്രാൻസിസിനോട് ചേർന്ന് അനുദിനം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭൂമിയെ സംരക്ഷിക്കാനും പ്രകൃതിയുടെ കാവൽക്കാരനാകാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. മരണത്തെ പോലും സോദരിയായി കണ്ട അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ സ്വർഗപ്രവേശനത്തിന്റെ 800-ാം വർഷത്തിൽ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന പൂർണ്ണദണ്ഡ വിമോചനം പ്രാപിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അനുതാപത്തോടെ പാപങ്ങൾ തിരിച്ചറിയാനും മാനസാന്തരപ്പെടാനും വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ക്രിസ്തുവിന് അനുരൂപനാകാനും ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പ്രാർത്ഥിക്കാം. അത്യുന്നതനും മഹിമപ്രതാപവാനുമായ ദൈവം നിങ്ങളിൽ നിന്ന് പഴയ മനുഷ്യനെ അവൻ്റെ സകല പ്രവർത്തനങ്ങളോടും കൂടി നീക്കം ചെയ്യുകയും മാമോദീസായിലൂടെ നിങ്ങൾക്ക് ലഭിച്ച പ്രസാദവരത്താൽ നിങ്ങൾ ഈശോ മിശിഹായുടെ പരിപൂർണതയിലേക്ക് വളരുകയും ചെയ്യട്ടെ. നിങ്ങളുടെ വിശ്വാസം അചഞ്ചലമായിരിക്കട്ടെ. നിങ്ങൾ ആരംഭിക്കുന്ന ഈ പുതിയ ജീവിതം ഒരിക്കലും മലിനമാകാതെ ജീവിത വിശുദ്ധിയിൽ വളർന്ന് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ മറ്റൊരു ക്രിസ്തുവായി തീരാനിടയാകട്ടെ. ഈശോ മിശിഹായ്ക്ക് പ്രിയങ്കരരായി ജീവിച്ച് നിത്യതയുടെ കവാടത്തിങ്കലെത്തുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലോകത്തിലായിരുന്നിട്ടും ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ പെടാതെ
ദൈവത്തിനും ദൈവജനത്തിനുമായി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ദൈവം നിങ്ങൾക്ക് തിരുമുഖ ദർശനം നൽകുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. ദൈവം തൻ്റെ തിരുമുഖം നിങ്ങൾക്ക് നേരെ തിരിക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ.